ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഹെവി സ്പോയിലർ അലേർട്ട് പറഞ്ഞേക്കാണ്. അതായത് തണ്ടർബോൾട്സ് പടം ഇറങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ മെയ് 1-ാം തീയതി. സോ ആ പടം കാണാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പോൾ ആ തണ്ടർബോൾട്സ് പടത്തിൻ്റെ പ്രീമിയർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഐ മീൻ കുറച്ച് ഓഡിയൻസിനൊക്കെ അതിട്ട് കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഇപ്പോൾ ഓൺലൈനിൽ ലീക്ക് ആയിട്ടുണ്ട്. സോ ആ പോസ്റ്റ് ക്രെഡിറ്റ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആ പടം കണ്ടതിന് ശേഷം പടത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പടം കണ്ടതിന് ശേഷം ഇത് വന്ന് കാണുക. ഞാൻ വീണ്ടും പറയാണ്, സ്പോയിലർ അലേർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി തണ്ടർബോൾട്സിന് ഏതാണ്ട് 2 പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ ഏതാണ്ട് ഒരു സിനപ്സിസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി ഈ പോസ്റ്റ് ക്രെഡിറ്റ്സും വെച്ചിട്ട് ഇവർ ഡയറക്റ്റ്ലി ഈ പടവും നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറും ഡൂംസ്ഡേ ആയിട്ടാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് തണ്ടർബോൾട്സിൻ്റെ ടൈറ്റിലിൽ തന്നെ നിങ്ങളൊരു സ്റ്റാർ മാർക്ക് കണ്ടിട്ടുണ്ടാവും. അതായത് ആദ്യം തണ്ടർബോൾട്സിൻ്റെ ട്രെയിലറും പോസ്റ്ററൊക്കെ ഇറക്കുമ്പോൾ അവർ ആ സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ ഇറക്കുന്ന എല്ലാ ടൈറ്റിലും ട്രെയിലറിലും ഒക്കെ ആ സ്റ്റാർ മാർക്ക് ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ഈ പടത്തിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് വെറുതെ അങ്ങ് ഇട്ടതല്ല. കാരണം ആ കാര്യം ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ്. വീണ്ടും സ്പോയിലറായിട്ട്. കാരണം ഇതിൽ നമ്മുടെ അവഞ്ചേഴ്സ് ഈ തണ്ടർബോൾട്സ് ഇവരുടെ പേര് മാറ്റും, ന്യൂ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവരുടെ പേര് മാറ്റാൻ സാധ്യത ഉള്ളതുകൊണ്ടായിരുന്നു ആ തണ്ടർബോൾട്സിന് അങ്ങനെ ഒരു സ്റ്റാർ മാർക്ക് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി അത് മെൻഷൻ ചെയ്തിട്ടുള്ളത് തന്നെ ആ സ്റ്റാർ മാർക്ക് അങ്ങനെ ഇടുന്നത് തന്നെ ഒരു പക്ഷേ ഇനി അത് മാറ്റാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്നുള്ള രീതിക്കാണ് ആ സ്റ്റാർ മാർക്ക് അങ്ങനെ ഇട്ടിരിക്കുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ തണ്ടർബോൾട്സ് ദ ന്യൂ അവഞ്ചേഴ്സ് ആയിട്ട് മാറും. പിന്നെ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നടക്കുന്നത് തന്നെ ഈ തണ്ടർബോൾട്സ് പടം കഴിഞ്ഞ് 8-10 മാസങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ ഇപ്പോൾ ഈ ന്യൂ അവഞ്ചേഴ്സ് ആയിട്ട് മാറിയ നമ്മുടെ തണ്ടർബോൾട്സ് ടീം ഇപ്പോൾ അവരുടെ അവഞ്ചേഴ്സ് ടവർ പുതിയ അവരുടെ ക്വാർട്ടേഴ്സിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പടം കഴിഞ്ഞിട്ട് ഏതാണ്ട് കുറേ മാസങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഇയറിൻ്റെ അടുത്തിന് ശേഷമായിരിക്കും ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തണ്ടർബോൾട്സ് ടീമിലെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിൻ്റെയും സൂട്ടൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവും, ചേഞ്ച് ആയിട്ടുണ്ടാവും. പിന്നെ ഓൾറെഡി നമ്മുടെ ഡൂംസ്ഡേയുടെ കാസ്റ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ആ ചെയറൊക്കെ വെച്ചിട്ട് അതിൽ ഓൾറെഡി നമ്മുടെ സെൻട്രി തണ്ടർബോൾട്സിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ആ പടത്തിലുള്ളതുപോലെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ നമ്മുടെ ടാസ്ക് മാസ്റ്ററിൻ്റെ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേര് മാത്രം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഓഫ് കോഴ്സ് ഈ പടത്തിൽ ടാസ്ക് മാസ്റ്റർ തീർക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലും ടാസ്ക് മാസ്റ്റർ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ ഡൂംസ്ഡേയുടെ ലിസ്റ്റിലും നമ്മുടെ ടാസ്ക് മാസ്റ്റർ ഉണ്ടാവായിരുന്നത്. നമ്മുടെ തണ്ടർബോൾട്സൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ക്വാർട്ടേഴ്സിൽ. അതായത് ഇവരൊക്കെ കോമൺലി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ശരിക്കും നമ്മൾ എന്ത് കാര്യത്തിലാണ് ഈ അവഞ്ചേഴ്സ് എന്നുള്ള പേരിട്ട്, ന്യൂ അവഞ്ചേഴ്സ് എന്നുള്ള പേരിട്ട്, ശരിക്കും അവഞ്ചേഴ്സ് നമ്മുടെ സാമിൻ്റെ ടീമിനല്ലേ, ചിലപ്പോൾ പുള്ളി നമ്മളെ സൂ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോമഡി സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ റെഡ് ഗാർഡി അങ്ങോട്ട് വരുന്നത്, കോമഡി ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോഴാണ് പുള്ളിയുടെ ആ ലുക്ക് കാണിക്കുന്നത്. ഓഫ് കോഴ്സ് പുള്ളി ചേഞ്ച് ആയിട്ടുണ്ടാവും. പുള്ളിയുടെ സൂട്ട് നൈസായിട്ട് ചേഞ്ച് ആയ പോലെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവർ ശരിക്കും ഈ പേര് വേണോ ആ പേര് വേണോ എന്നൊക്കെ ശരിക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലിരിക്കും നമ്മുടെ ബോബ് സെൻട്രി അവിടെ ഒരു സോഫയിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ സെൻട്രിനെ കൊല്ലുന്നില്ലേ, സെൻട്രിനെ ഡിഫീറ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ. ആക്ച്വലി ഈ പടത്തിൻ്റെ കഥ നമ്മൾ ഗസ് ചെയ്തിട്ടുള്ള പോലെ തന്നെയായിരിക്കും. അതായത് നമ്മുടെ സെൻട്രിനെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിലൊന്നും ഈ തണ്ടർബോൾട്സ് ബേസിക് പവേഴ്സ് ഉള്ള ഇവർക്കൊന്നും അടിച്ചു നേടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ മാർവലിൻ്റെ ഒരു ക്ലീശിയ ഫോർമുല തന്നെയായിരിക്കും ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് പറഞ്ഞ് നമ്മുടെ സെൻട്രിനെ തിരുത്തി, അത്രേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഈ സോഫയിൽ നമ്മുടെ സെൻട്രി ബോബ് ഇരിക്കുന്നത്. അങ്ങനെ പുള്ളി അവിടെ പറയുന്നുണ്ട്, അതായത് ഞാൻ ഇനി സെൻട്രി ആവത്തൊന്നുമില്ല, ഇനി അഥവാ ഞാൻ സെൻട്രി ആവുകയാണെങ്കിൽ വോയിഡ് എന്നെ ടേക്ക് ഓവർ ചെയ്യും. അങ്ങനെ ടേക്ക് ഓവർ ആയിക്കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് കൺട്രോൾ എടുത്തില്ല, എല്ലായിടത്തിനും ഞാൻ കൊന്നു കൊടുക്കാൻ തുടങ്ങുന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. പുള്ളി ഇപ്പോൾ ബോബായി മാറിയെങ്കിലും ഇപ്പോഴും പുള്ളിയുടെ ആ ഈവിൽ കൺട്രോൾ ആയിട്ടുള്ള വോയിഡിനെ ബോബിന് കൺട്രോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പ്രോപ്പറായിട്ട് സെൻട്രി ആയിട്ട് മാറാനും പറ്റില്ല. കാരണം പുള്ളി പ്രോപ്പറായിട്ട് സെൻട്രി ആയി മാറുമ്പോൾ വോയിഡ് പുള്ളിനെ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് പുള്ളി ബോബായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇത് ജസ്റ്റ് എൻ്റെ തോട്ട്സാണ്. ഡോക്ടർ ഡൂം നമ്മുടെ ഡൂംസ്ഡേയിൽ ചിലപ്പോൾ ഈ വേർഡിനെ പുള്ളിയുടെ ആവശ്യത്തിന് പോലെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സിനെതിരെ തന്നെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ സെൻട്രിയുടെ അന്ത്യം ഡോക്ടർ ഡൂമിൻ്റെ കൈ കൊണ്ടായിരിക്കും വരാം. കാരണം ഒരു പവർഫുൾ ഹീറോനെ കൊന്നെങ്കിലേ ഡൂം എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഇൻഫിനിറ്റി വാറിലൊക്കെ നമ്മുടെ തോറിനെയും താനോസിനെയും ഒക്കെ അടിച്ചിട്ട പോലെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഔട്ടർ സ്പേസിൽ എന്തോ എൻ്റർ ആയിട്ടുള്ള പോലെ അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവരത് എന്താണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ യെലേന ബെലയുടെ ബ്ലാക്ക് വിഡോ അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നോക്കുന്നത്, സാറ്റലൈറ്റ് ഇമേജസ് നോക്കുന്നത്. അങ്ങനെ ഇവരത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മൊത്തം അവഞ്ചേഴ്സ് ടവറിൽ ഒരു അലാറം അടിക്കുകയാണ്. അങ്ങനെ അവരുടെ സ്ക്രീനിൽ എന്താണ് എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു സ്പേസ് ഷിപ്പ് അവരുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഷിപ്പ് അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഷിപ്പിൽ ഒരു ലോഗോ കാണിക്കുകയാണ്, 4 എന്ന് പറഞ്ഞിട്ട്. ഓഫ് കോഴ്സ് ഇത് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ സ്പേസ് ഷിപ്പാണ്.
ട്രെയിലറിൽ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഷിപ്പ്. ആ സെയിം സ്പേസ് ഷിപ്പ് തന്നെയാണ് ഇവിടെ എൻ്റർ ആവുന്നത്. ഈ തണ്ടർ ബോൾട്സിൻ്റെ ഏർലി പ്രീമിയറിൽ തന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സ്, ഐ മീൻ ആ ഒരു മെയിൻ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ നമ്മുടെ റീഡ് റിച്ചർഡ്സ് ആയിട്ട് അഭിനയിക്കുന്ന, ഐ മീൻ ഫാന്റാസ്റ്റിക് ഫോറിൽ റീഡ് റിച്ചർഡ്സ് ആയിട്ട് അഭിനയിക്കുന്ന ആക്ടറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡൗട്ട് എന്താണെന്ന് ഇപ്പോൾ ഈ പോസ്റ്റ് ക്രെഡിറ്റ്സിലൂടെ നമുക്ക് ക്ലിയറായി. പിന്നെ ഈ ഷിപ്പിൽ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ മെമ്പേഴ്സിനൊന്നും കാണിക്കുന്നില്ല. ഇതൊരു ക്ലോസ്ഡ് റോക്കറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ആവുന്ന പോലെ കാണിക്കുന്നുള്ളൂ. സോ അതിന് അഫ്കോഴ്സ് ആ ലോഗോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഉള്ളിൽ ആരായിരിക്കും ഉണ്ടാവുകയെന്ന്. സോ അവിടെയാണ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എൻഡ് ആവുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതൊക്കെ എങ്ങനെയാണ് കണക്റ്റ് ആവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ തണ്ടർ ബോൾട്സ് പടമാണ് ആദ്യം റിലീസാവുന്നത്, ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പടം ഇതുവരെ റിലീസ് ആയിട്ടില്ല, പിന്നെ എങ്ങനെ അവരുടെ ഷിപ്പ് ഈ തണ്ടർ ബോൾട്സ് പടത്തിൽ എൻ്റർ ആവുന്നത് അല്ലേ? ആക്ച്വലി ഈ തണ്ടർ ബോൾട്സ് പടം നടക്കുന്നത് തന്നെ, ഐ മീൻ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനും തണ്ടർ ബോൾട്സ് പടവും തമ്മിൽ ഏതാണ്ട് 8-10 മാസം ഗ്യാപ്പ് ഉണ്ട്. ആ 8-10 മാസം ഗ്യാപ്പിലായിരിക്കണം നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ പടം നടക്കുന്നത് വേറൊരു യൂണിവേഴ്സിൽ. ആ യൂണിവേഴ്സിൽ ഓഫ്കോഴ്സ് ഗലാക്ടസ് അവരുടെ എർത്ത് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന പോലെ ആയിരിക്കും ആ ട്രെയിലറിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടാവുക. സോ ഒരു പക്ഷേ ഗലാക്ടസ് ആ എർത്ത് നശിപ്പിച്ചോ, പക്ഷേ ആ ഗലാക്ടസ് കാരണം അവരുടെ എർത്തോ യൂണിവേഴ്സോ നശിച്ചതിന് ശേഷം നമ്മുടെ ആ ഫാന്റാസ്റ്റിക് ഫോർ അവരുടെ യൂണിവേഴ്സിൽ ആ ഷിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എർത്തിലേക്ക് വന്നതുപോലെയൊക്കെ കാണിക്കാം. ആ ട്രെയിലറിൽ തന്നെ നമ്മുടെ റീഡ് റിച്ചർഡ്സ് ഒരു കാര്യം പറയുന്നുണ്ട് സൂസനോട്, ദേ ഹാവ് ഹേർഡ് അസ് എന്ന്. അങ്ങനെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഗലാക്ടസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ഡൂമിനെ തന്നെ ആയിരിക്കാം മെൻഷൻ ചെയ്യുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റൂമേഴ്സ് അനുസരിച്ച് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ എൻഡിൽ സിൽവർ സർഫർ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കൂടെ ചേർന്നിട്ട് ഗലാക്ടസിനെ ഡിഫീറ്റ് ചെയ്യും. അതായത് ആ ഒരു ഘട്ടത്തിൽ അവരുടെ എർത്തിനെ അവർ സേവ് ചെയ്യും. പക്ഷേ എന്നാലും അവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ ഡൂം വരുന്നത്. ഡോക്ടർ ഡൂം വരുന്നത് ഫാന്റാസ്റ്റിക് ഫോറിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ സൂസ്റ്റോമിൻ്റെ വയറ്റിലുള്ള ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. കാരണം ആ ചെറുക്കൻ എന്ന് പറയുന്നത് സൂപ്പർ ഓവർപോഡാണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം മൾട്ടിവേഴ്സിനെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരുത്തനാണത്. സോ അവൻ്റെ പവേഴ്സ് കൺസ്യൂം ചെയ്യാനിരിക്കണം ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂം വരുന്നത്. ചിലപ്പോൾ ഡോക്ടർ ഡൂം ആയിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോ എൻഡിലോ അവരുടെ യൂണിവേഴ്സ് നശിപ്പിക്കുന്ന പോലെ കാണിക്കുക. അങ്ങനെ ആയിരിക്കണം നമ്മുടെ റീഡ് റിച്ചർഡ്സ് സ്പേസ് ഷിപ്പ് മൂലം വേറൊരു എർത്ത്, ഐ മീൻ വേറൊരു യൂണിവേഴ്സിലേക്ക് പോകുന്നത്. ഇനി അടുത്ത കാര്യം, എങ്ങനെ ഫാന്റാസ്റ്റിക് ഫോറിന് മൾട്ടിവേഴ്സിനെ കുറിച്ച് അറിയാം, ഐ മീൻ അവരെങ്ങനെ അവരുടെ ഡൈമെൻഷൻ താണ്ടി പോയിന്ന്. അതിനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. കാരണം ആ ട്രെയിലറിൽ തന്നെ നമ്മുടെ റീഡ് റിച്ചർഡ്സ് ബോർഡിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യം ഉണ്ടാവും. അത് വേറെ ഒന്നുമല്ല, അത് മൾട്ടിവേഴ്സ് ട്രാവലിനെ കുറിച്ചും മൾട്ടിവേഴ്സൽ ബ്രിഡ്ജിനെ കുറിച്ചും ഒക്കെയാണ് പുള്ളിയുടെ കാൽക്കുലേഷനിൽ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 60s കാലഘട്ടത്തിൽ എങ്ങനെ ഇതൊക്കെ പോസിബിൾ ആവുന്നത്. ആക്ച്വലി അവരുള്ള യൂണിവേഴ്സ് 60s അതൊരു ഫ്യൂച്ചറിസ്റ്റിക് റെട്രോ യൂണിവേഴ്സാണ്. അതായത് ആ 1960 കാലഘട്ടങ്ങളിൽ തന്നെ നമ്മുടെ യൂണിവേഴ്സിൽ ഏതാണ്ട് ഒരു 2030 ടെക്നോളജി ആ ഒരു യൂണിവേഴ്സിലുണ്ടാവും. അങ്ങനെയായിരിക്കും ആ പുള്ളി അപ്പോഴേ അതൊക്കെ കണ്ടുപിടിക്കുന്നത്. അത് ഓൾറെഡി ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കണം ചിലപ്പോൾ അത് പുള്ളി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കൂടെയൊക്കെ ആയിരിക്കണം അത് നമ്മുടെ ഗലാക്ടസ് കേട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഡോക്ടർ ഡൂം കേട്ടിട്ടുണ്ടെന്നോ നമ്മുടെ സൂസിനോട് ദേ ഹാവ് ഹേർഡ് അസ് എന്ന് നമ്മുടെ റീഡ് പറയുന്നത്. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് എന്താണെങ്കിലും നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ആ പടത്തിൽ തോക്കൂ, അവരുടെ യൂണിവേഴ്സ് എന്തായാലും നശിക്കുന്നു. കാരണം അങ്ങനെ നശിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ മെയിൻ ടൈം ലൈനായിട്ടുള്ള യൂണിവേഴ്സിലേക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ യൂണിവേഴ്സ് നശിച്ചതിന് ശേഷം ഡോക്ടർ ഡൂമിനെയൊക്കെ കുറിച്ച് ബാക്കിയുള്ള യൂണിവേഴ്സിലെ കുറിച്ചുള്ളവരെയൊക്കെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം നമ്മുടെ സിൽവർ സർഫർ എങ്ങനെയാണോ അവരുടെ എർത്തിൽ നിങ്ങളാണ് ഇവിടുത്തെ പ്രൊട്ടക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരെ വാൺ ചെയ്യാൻ വേണ്ടി വന്നത്, അതേപോലെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ മൾട്ടിവേഴ്സിലുള്ള എല്ലാ എർത്തുകളിലും ചെന്നിട്ട് അവിടുത്തെ പ്രൊട്ടക്റ്റേഴ്സിനെ ഡൂം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ചിലപ്പോൾ വരുന്നത്. അങ്ങനെ ആയിരിക്കും പുള്ളി നമ്മുടെ മെയിൻ ടൈം ലൈനായിട്ടുള്ള എർത്ത് 616 വരുന്നത്. അതായത് സംഗതി സിമ്പിളാണ്. ഈ തണ്ടർ ബോൾട്സിൻ്റെ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ എൻഡാണ്. അതായത് ഫാന്റാസ്റ്റിക് ഫോറിലെ എൻഡാവുന്ന ഭാഗത്തു നിന്നാണ് നമ്മുടെ ഡയറക്റ്റ് ഈ തണ്ടർ ബോൾട്സിലേക്കും ഡൂംസ്ഡേയിലേക്കും കണക്ഷൻ വരുന്നത്. സോ ആ ഒരു പടം ഡയറക്റ്റായിട്ട് തണ്ടർ ബോൾട്സും ഫാന്റാസ്റ്റിക് ഫോറും ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സ് നശിക്കൂ, അവരെങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ എർത്ത് 616 എത്തിയാൽ പറ്റുമെന്നൊക്കെ അത് ഇവിടെ തന്നെ ഓൾറെഡി കൺഫേം ആയി കഴിഞ്ഞു. കാരണം അവരെന്തായാലും നമ്മുടെ എർത്ത് 616 എത്തിക്കഴിഞ്ഞു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ തണ്ടർ ബോൾട്സിൻ്റെ. ഓൾറെഡി കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഫാന്റാസ്റ്റിക് ഫോറിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എന്തായാലും ഡോക്ടർ ഡൂമിനെ ടീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, ചിലപ്പോൾ ആ ടീസ് ചെയ്യുന്നതിലൂടെ ആയിരിക്കണം പുള്ളിയുടെ ആ യൂണിവേഴ്സ്, ഐ മീൻ ആ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സ് നശിക്കുന്ന പോലെയും അവിടെ നിന്ന് നമ്മുടെ ഈ ഫാന്റാസ്റ്റിക് ഫോറൊക്കെ എസ്കേപ്പ് ആവുന്ന പോലെയും കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ഈ തണ്ടർ ബോൾട്സും തമ്മിലുള്ള കണക്ഷൻ വരാൻ പോകുന്നതും ഇത് ഡയറക്റ്റായിട്ട് ഡൂംസ്ഡേയിലേക്ക് കണക്റ്റ് ആവാൻ വേണ്ടി പോകുന്നതും.
സോ ഇതിൻ്റെ തണ്ടർ ബോൾസിൻ്റെ വേറൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഓൾറെഡി ലീക്കായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ വലിയൊരു ത്രെറ്റാൻ പോകുന്നുണ്ടെന്ന് നമ്മുടെ ലീഡർ പറഞ്ഞിട്ട് നമ്മുടെ സാമുവൽസൺ ക്യാപ്റ്റൻ അമേരിക്ക അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ലീഡർഷിപ്പിൽ ഒരു അവഞ്ചേഴ്സ് ടീമിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും പുള്ളി അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ തണ്ടർ ബോൾസ് പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീന്. ഇനി ഇതേപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് പെട്ടെന്ന് അറിയാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.